ഹായ്, മോട്ടോയിന്റ് കസ്റ്റംസിന്റെ ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് ധാരാളമായിട്ട് വരുന്ന എൻക്വയറിയാണ് എയർ ഫിൽട്ടർ അപ്ഗ്രേഡേഷനെ കുറിച്ച്. അപ്പം അതിന്റെ ഒരു ഡീറ്റെയിൽസ് തരാം എന്നാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാർക്കറ്റിൽ അത്യാവശ്യം ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡുകൾ KN, BMC, ഇതിനെക്കുറിച്ചുള്ള റിക്വയർമെന്റ്സ് ആണ് അല്ലെങ്കിൽ എൻക്വയറീസ് ആണ് കൂടുതലും നമുക്ക് വരാറുള്ളത്. അപ്പം ഏതാണ് ഞാൻ എൻ്റെ വണ്ടിക്ക് വെക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ചിലവർ നല്ല റിസർച്ച് ഒക്കെ ചെയ്ത് ഗൂഗിൾ ചെയ്ത് അത്യാവശ്യം ഐഡിയ ഉണ്ടാക്കി വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പം പൊതുവെ നമ്മൾ കാണുന്ന എനിക്ക് വരുന്ന എൻക്വയറീസ് വെച്ചിട്ട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് തരാം എന്നാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയുവാണെങ്കിൽ പെർഫോമൻസ് ഫിൽട്ടർ അല്ലെങ്കിൽ ഒരു ഫ്രീ ഫ്ലോ എയർ മൂവ്മെന്റ് ഉള്ള ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ ഈ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത്. കൂടുതലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓയിൽ ബേസ്ഡ് ഫിൽറ്റേഴ്സ് ആണ്. ഇതിന്റെ പീരിയോഡിക് ക്ലീനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് അനുബന്ധമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. വെച്ചെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ഓടിക്കുന്ന ഡ്രൈവിംഗ് പാറ്റേൺ ഇതൊക്കെ ഇതിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ എത്ര കെയർ കൊടുക്കുന്നുണ്ടെന്നുള്ളതും ഒരു ഫാക്ടറാണ്. ബിക്കോസ് നമ്മൾ റെഗുലർ ആയിട്ട് കാറിന്റെ ഓയിലും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരു പീരിയോഡിക് സർവീസ് ചെയ്യുന്ന ആളാണെങ്കിലും ഇങ്ങനത്തെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിന് സ്പെഷ്യലായിട്ട് അതിന്റെ ഓതറൈസ്ഡ് ഡീലറിന്റെ അടുത്ത് പോയി അതിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ക്ലീനേഴ്സ് യൂസ് ചെയ്തും ഓയിൽ ചെയ്യുമ്പോൾ അത് ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യുന്ന ഓയിലുകൾ തന്നെ യൂസ് ചെയ്തും സർവീസ് ചെയ്യുക എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് ഇതിനകത്ത് നമ്മൾ ആഫ്റ്റർ സെയിൽസ് നോക്കേണ്ടത്. ഇപ്പം പൊതുവെ ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ത് ഫിൽട്ടർ ആണ് ഞാൻ വെക്കേണ്ടത് എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. നമുക്ക് ഫിൽറ്റേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററിന്റെ കാര്യത്തിൽ രണ്ട് തരം ഫിൽറ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. പൊതുവെ എല്ലാം തന്നെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവിങ്ങിന് കുറച്ചും കൂടെ ഒരു ഈസിനെസ് തരുന്ന ഒരു വണ്ടിയുടെ എഞ്ചിൻ ഫ്രീ ആക്കുക, സ്മൂത്ത് ആക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് പൊതുവെ ഫിൽറ്റേഴ്സ് ഒക്കെ മാർക്കറ്റിൽ വരുന്നത്. എന്നാലും രണ്ട് തരം ഫിൽറ്റേഴ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം. പലർക്കും അറിയാവുന്ന പോലെ തന്നെ വണ്ടിയുടെ ഒറിജിനൽ ഫിൽറ്റർ എന്താണോ അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് അതേ ഷേപ്പിൽ ഈ പറയുന്ന മെയിൻ സ്ട്രീം ബ്രാൻഡുകൾ ഉണ്ടാക്കുന്ന ഫിൽറ്റേഴ്സ്, അതായത് വണ്ടികൾക്ക് വേണ്ടി അതേ പാനൽ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഫിൽറ്റേഴ്സ്. ഇപ്പൊ പാനൽ എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പോളോ അല്ലെങ്കിൽ ഇന്നോവ, ഫോർച്യൂണർ പോലുള്ള വണ്ടികളുടെ സ്റ്റോക്ക് ഫിൽറ്റേഴ്സ് തന്നെ ഡ്രം സിലിണ്ടർ ടൈപ്പ് ഫിൽറ്റേഴ്സ് ആണ്. സോ അതുമെല്ലാം ഈ സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് ഫിൽറ്റേഴ്സിന്റെ ഗണത്തിൽ പെടുന്നതാണ്. സോ നമുക്ക് ഒരു ഡിവിഷൻ ഉള്ളത് പറയാവുന്നത് സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് ഫിൽറ്റർ ആണ്. അതാണ് ആദ്യത്തെ ഒരു ഡിവിഷൻ. പിന്നെ രണ്ടാമത് പറയാവുന്ന ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന യൂണിവേഴ്സൽ ഫിൽറ്റേഴ്സ്. അതിൽ ഈ കയ്യിൽ ഇരിക്കുന്നത് പോലുള്ള കോണിക്കൽ ഫിൽറ്റേഴ്സ് വരാം. ഇതും അതുപോലുള്ള ഒരു കോണിക്കൽ ഫിൽറ്റർ ആണ്. പക്ഷെ ഇതിന്റെ അകത്താണ് ഫിൽറ്റർ ഇരിക്കുന്നത്. നമുക്ക് പുറമെ ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്. അപ്പം ഇതാണ് സെക്കൻഡറി നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ. അപ്പം ഇതെന്തിനാണെന്നും ആദ്യം പറഞ്ഞ സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് എന്തിനാണെന്നും ഉള്ളതാണ് പലർക്കും ഉള്ള ഒരു സംശയം. അത് ഇങ്ങനത്തെ ടൈപ്പ് വെച്ചാലേ ഉള്ളോ എനിക്ക് പവർ വരുള്ളോ എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ട്. സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആദ്യം പറഞ്ഞ ഡിവിഷനിൽ വരുന്നത് നമ്മുടെ വണ്ടിക്ക് വരുന്ന ഫിൽട്ടർ എന്താണോ അതിൽ യാതൊരു വണ്ടിയുടെ പൈപ്പിങ്ങോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും നമ്മൾ വ്യത്യാസപ്പെടുത്താതെ ഡയറക്റ്റ് ഫിറ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ഈ വണ്ടിയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ KNന്റെയോ BMCയുടെയോ ആയിട്ടുള്ളത് നമ്മൾ വരുത്തി ചെയ്യുക എന്നുള്ളത്. അപ്പം അതിന്റെ ഒറിജിനൽ എയർ ഫിൽറ്റർ ബോക്സും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കും. അതിന്റെ അകത്തെ ഫിൽറ്റർ മാത്രം, പുറമേ കണ്ട ഒരു വ്യത്യാസം കാണത്തില്ല. അകത്തിരിക്കുന്ന ഫിൽറ്റർ മാത്രം അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു കാര്യം. അപ്പം അതില് പ്രത്യേകിച്ച് സൗണ്ടിലോ അല്ലെങ്കിൽ അങ്ങനെ പൊതുവെ കാണാനുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് ഒന്നും വ്യത്യാസങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഫിഗേഴ്സ്, നമ്മൾ പണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വന്നിരുന്ന ആ ഓരോ RPM വരുന്ന അല്ലെങ്കിൽ ആ ഗിയർ ചേഞ്ചസ്, ആ ഡിഫറൻസുകളൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് അതിന് എനിക്ക് പറയാവുന്ന ഒരു ബെറ്റർ എക്സാമ്പിൾ. പിന്നെ ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഡിവിഷനിലോട്ട് വന്നാൽ അടുത്ത കാറ്റഗറി ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കോണിക്കൽ ഫിൽറ്റേഴ്സ്, യൂണിവേഴ്സൽ ഫിൽറ്റേഴ്സ്. ഈ യൂണിവേഴ്സൽ ഫിൽറ്റേഴ്സ് എന്ന് വിളിക്കുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇതെല്ലാം ഏത് വണ്ടിക്കും എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം, യൂണിവേഴ്സൽ ആണ്.
യൂണിവേഴ്സൽ ഫിറ്റ്മെന്റ് ഉള്ളതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഫിൽട്ടർ യൂണിവേഴ്സൽ ആണെങ്കിൽ ഇത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ബേയിൽ ഇരിക്കുമോ എന്നുള്ളതൊക്കെയാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഈ പെർട്ടിക്കുലർ മോഡല് ഇത്ര CC നമ്മുടെ ഏതാണോ എഞ്ചിൻ സൈസ് അതിന് സൂട്ടബിൾ ആണോ, എത്ര വരെ അത് ഈ ഒരു ഫിൽട്ടർ എത്ര വലിയ എഞ്ചിൻ വരെ സൂട്ടബിൾ ആയിട്ട് നിൽക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ നോക്കേണ്ടത്. പിന്നെ വൺസ് നമുക്ക് ഒരു മോഡൽ നമുക്ക് ഓക്കെ ആണ്, ഇത് ഫിറ്റ്മെന്റ് നമ്മുടെ എഞ്ചിൻ ബേയിൽ നടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ നെക്സ്റ്റ് തിങ് അതിന്റെ ഫിറ്റ്മെന്റില് പൈപ്പിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ, ക്ലാമ്പ്, പൈപ്പിങ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ അതിനെ സപ്പോർട്ടീവായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ആ ഫാബ്രിക്കേഷൻ പ്രോസസ്സ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് ചെയ്യാൻ ടെക്നിക്കലി എനേബിൾഡ് ആയിട്ടുള്ള ആളുകൾ വേണം, അതിനുള്ള ഫെസിലിറ്റി വേണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുവെ ഇങ്ങനത്തെ യൂണിവേഴ്സൽ ഫിൽറ്റേഴ്സ് നമുക്ക് ഫിറ്റ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. എന്നാൽ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിനോ ഒന്നും ബുദ്ധിമുട്ട് വരില്ല. ഇനി അടുത്ത പാർട്ട്, ഇത് വെച്ചാൽ എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, ഇതില് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു വിഷ്വലി ഇതിന് എന്തോ ഒരു കാര്യം ഞാൻ വണ്ടിയിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ഡിഫറൻസ് നമുക്ക് പുറമെ എഞ്ചിൻ ബേ തുറക്കുമ്പോൾ തന്നെ കാണാം, ബോണറ്റ് തുറക്കുമ്പോൾ തന്നെ കാണാം. അപ്പം അതാണ് ഒന്ന്. പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബ്രീതിങ്ങിന്റെ സൗണ്ട്, ഇപ്പൊ ഈ വണ്ടിയുടെ എയർ ഫിൽട്ടർ ബോക്സ് കംപ്ലീറ്റ്ലി നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ പൈപ്പിംഗ് ഇട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റലേഷൻ ആയിരിക്കും യൂണിവേഴ്സൽ ഫിൽറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ടോട്ടൽ ആ സൈലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോഴൊക്കെ മാറാറുണ്ട്. വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ തന്നെ ഒരു ബ്രീതിങ്ങിന്റെ നോയ്സ് ഒക്കെ നമുക്ക് കേൾക്കാം. അത് ഒരു രീതിയിൽ നമുക്ക് വലിയ അരോചകമായിട്ട് തോന്നില്ല. വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ RPM ഒക്കെ കൊടുക്കുമ്പോൾ ആ ഒരു എയർ സക്ക് ചെയ്യുന്ന ശബ്ദങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നല്ല റെലവെന്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പം നമുക്ക് നല്ല RPM-ൽ അത്യാവശ്യം ഒരു കയറ്റമൊക്കെ കയറുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പുറത്ത് നിൽക്കുന്നവർക്കും കൂടെ ശബ്ദം കേൾക്കുന്ന രീതിയിലായിരിക്കും ഇങ്ങനത്തെ ഫിൽറ്റേഴ്സ് വരുന്നത്. അപ്പം അതിന്റെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പോൺസ് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് വണ്ടി റെസ്പോൺസ് ഉണ്ട് എന്ന് തോന്നിക്കുന്നത് ഇങ്ങനത്തെ ഫിൽറ്റേഴ്സിലാണ്. കാരണം ഇതിന് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ഇത് പെട്ടെന്ന് ബ്രീത് ചെയ്യും. അപ്പം ഇതാണ് യൂണിവേഴ്സൽ ഫിൽറ്റേഴ്സിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചർ എന്ന് പറയാം. പക്ഷെ അവിടെയും ചില കാര്യങ്ങൾ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം നമുക്ക് അതിനെ സോൾവ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആണ് യൂണിവേഴ്സൽ ഫിൽറ്ററിൽ തന്നെ ബോക്സ് ടൈപ്പ് അല്ലെങ്കിൽ അതിനൊരു കവറുള്ള ടൈപ്പ് ഫിൽറ്റേഴ്സ് വരിക, യൂണിവേഴ്സൽ ഫിൽറ്റർ വരിക. അപ്പം ഇങ്ങനത്തെ ഫിൽറ്റേഴ്സിന്റെ ഒരു പ്രോബ്ലം, എഞ്ചിൻ ബേയിൽ നമ്മൾ പൊതുവെ ഇപ്പം വരുന്ന വണ്ടികളിൽ എല്ലാം ഓവർ ഹെഡ് ആയിട്ടാണ് ഫിൽറ്റർ ബോക്സുകൾ വരുന്നത്. അപ്പം നമുക്ക് വെക്കുന്ന പൊസിഷൻ ഒത്തിരി ദൂരെ കൊണ്ട് ഫിൽറ്റർ വെക്കാൻ സ്പേസ് കാണത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എഞ്ചിൻ ബേ നമ്മൾ ബോണറ്റ് അടച്ച് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ നിന്നുള്ള കാറ്റ് കയറി ആ എക്സോസ്റ്റിന്റെ ചൂട് കാറ്റുകളും എല്ലാം എഞ്ചിൻ ബേയിൽ കാണും. സോ ഇങ്ങനത്തെ ഓപ്പൺ കോണിക്കൽ ഫിൽറ്റേഴ്സ് അതിന്റെ ഇൻടേക്ക് വരുമ്പോൾ ഹോട്ട് എയറിനെ ആയിരിക്കും പൊതുവെ വണ്ടി റണ്ണിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ ഇത് എടുക്കുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു എഫിഷ്യൻസി കുറവ് പെർഫോമൻസിൽ നമുക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് ഇതെല്ലാത്തിന്റെയും പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് കോൾഡ് എയർ ഇൻടേക്ക് മാക്സിമം എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പൊതുവെ നോക്കുന്നത്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ പൊതുവെ OEM സ്റ്റോക്ക് ഫിൽറ്റർ ബോക്സുകൾ ഡിസൈൻ ചെയ്തേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പൊതുവെ എല്ലാ വണ്ടിയുടെയും നമ്മുടെ ബമ്പറിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട് ഗ്രില്ലിന്റെ അടുത്തോട്ടോ ആയിരിക്കും അതിന്റെ ഓപ്പണിംഗ് നിൽക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ വണ്ടി ഓടുമ്പോൾ അതിന്റെ കൂടെ തന്നെ ആ പുറത്തെ തണുത്ത കാറ്റ് അകത്ത് കയറുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ അതിന് വിപരീതമായിട്ട് ചൂട് കാറ്റ് അകത്ത് ഇൻടേക്ക് ആയിട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലോട്ട് ഇങ്ങനത്തെ ഓപ്പൺ ഫിൽറ്റേഴ്സ് പോകും. അപ്പൊ ഇത് വെക്കുന്ന സ്പേസും മറ്റു കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ വെക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട 100% ഔട്ട്പുട്ട് നമുക്ക് കിട്ടാതെ പോകും ഈ ഒരു ഓപ്പൺ ഫിൽറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. പക്ഷെ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഫിൽറ്റേഴ്സ് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. കാരണം ഇതിന് വലിയ കോസ്റ്റ് വരുന്നില്ലെങ്കിൽ ഇതിന്റെ പ്ലംബിങ്ങും മറ്റു കാര്യങ്ങളും, ഹോസിന്റെ കാര്യങ്ങളും, പൈപ്പിങ്ങിന്റെ കാര്യങ്ങളും, ഫാബ്രിക്കേഷൻസും ഒക്കെ വരുമ്പോഴാണ് ഇതിന് ടോട്ടൽ ഒരു കോസ്റ്റ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ ഇത് നമുക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാം. എന്നാലും ഇത് യൂസ് ചെയ്യുന്ന ഇതിനൊരു മാർക്കറ്റ് ഉണ്ട്, അതിനെ നമുക്ക് അങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് ഫിൽറ്റർ, പാനൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അതിന് വരുന്നില്ല. അതിനെന്താണോ വണ്ടിയുടെ ഡിസൈനർ ഉദ്ദേശിക്കുന്ന ടെമ്പറേച്ചർ
അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടിയിൽ ഇൻടേക്ക് കൊടുക്കും. അപ്പം നമുക്ക് അടുത്ത ഈ ഒരു യൂണിവേഴ്സൽ ഫിൽറ്ററിന്റെ അകത്ത് വരുന്ന അടുത്ത ഒരു കാറ്റഗറി തന്നെയാണ് ഞാനിപ്പം പറഞ്ഞ കവറിംഗ് ഉള്ള ഒരു എയർ ബോക്സ് വരുന്ന ഫിൽറ്റേഴ്സ്. ഇതും യൂണിവേഴ്സൽ ഫിൽറ്റർ തന്നെയാണ്. പക്ഷെ ഇതിന് വരുമ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ കയ്യിൽ എടുത്തിരിക്കുന്നത് മാർക്കറ്റിൽ ഏറ്റവും ഒരു അഡ്വാൻസ്ഡ് എന്ന് തന്നെ പറയാം എന്ന് പറയുന്ന BMCയുടെ മെയ്ഡ് ഇൻ ഇറ്റലി പ്രോഡക്റ്റ് ആണ്. ഇത് കാർബൺ ഫൈബർ കവറിംഗ് ആണ് ഈ പുറത്ത് കൊടുത്തേക്കുന്ന എയർ ബോക്സ്. വളരെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ കാർബൺ ഫൈബർ നമുക്ക് എന്താണ് അതിന്റെ ഡ്യൂറബിലിറ്റി, അതിന്റെ സ്ട്രെങ്ത്, വെയിറ്റിന്റെ ലൈറ്റ്നെസ്, ഇതൊക്കെ ഈ ഒരു ബോക്സിന്റെ ഒരു ഫീച്ചറാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് അകത്ത് കാണാവുന്ന പോലെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്റർ ഊരിയെടുത്ത് ക്ലീൻ ചെയ്ത് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. അപ്പം ഇതിന് ബേസിക്കലി എന്താ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ BMC തന്നെ ഇത് CDA എന്ന് പറയുന്ന കിറ്റ് ആണ്. അത് കാർബൺ ഫൈബർ ബോക്സ് ആണ് ഇതിന് വരുന്നത്. ഇത് അതല്ലാതെ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് DIA എന്ന് പറയുന്ന ഒരു മോഡലും കൂടെ ഉണ്ട്. മാർക്കറ്റിൽ ധാരാളമായിട്ട് BMCയുടെ DIA നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ആ രണ്ട് പ്രോഡക്ട്സും ഒരേ ഫീച്ചർ തന്നെയാണ്. എയർ ബോക്സിന്റെ അകത്താണ് എയർ ഫിൽറ്റർ വരുന്നത്. അപ്പം ഇതിനൊരു ഇൻടേക്ക് സൈഡ് ഉണ്ട്, ഔട്ട്പുട്ട് നമ്മുടെ എഞ്ചിനിലോട്ട് പോകുന്ന സൈഡ് ഉണ്ട്. അപ്പം ഇതിന്റെ അകത്ത് വേറെ ഒരു ചൂടുള്ള എയർ കയറാനുള്ള സാധ്യതകളോ ഒന്നുമില്ല. വേറെ ഡസ്റ്റ് ഒന്നും, വേറെ അക്യുമുലേഷൻ ഒന്നും വരുന്നില്ല. വണ്ടി ഇനി ഉപയോഗിക്കാതെ കിടക്കുക അല്ലെങ്കിൽ ഡസ്റ്റ് ഏരിയയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും ഇതിന്റെ അകത്ത് അത്രയും പ്രോബ്ലം വരുന്നില്ല. ഒന്ന്, ഇതിന്റെ ബോക്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. മാത്രമല്ല ഇൻടേക്ക് സൈഡ് ഒരു ഫ്ലെക്സിബിൾ ഓസ് കൊടുത്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വണ്ടിയുടെ ബമ്പറിന്റെ ഏരിയയിലോ എവിടെയാണോ നല്ല കോൾഡ് എയർ കിട്ടുന്നത് അവിടെ കൊണ്ട് നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ എൻജിൻ ബേയിലെ ഒരു തരത്തിലുള്ള ഹോട്ട് എയറിന്റെ ഇൻടേക്കും വരാതെ ഇത് നമുക്ക് മാനേജ് ചെയ്ത് തരും. പക്ഷെ ഇതിനും ഈ പറഞ്ഞതുപോലെ വണ്ടിയിൽ വെക്കാൻ സ്പേസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം നോക്കണം. ക്ലാമ്പ് ചെയ്യാനും മറ്റേ അതിനെ മനൂർ ചെയ്യാനുള്ള ഒരു സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഇൻസ്റ്റലേഷൻ ഉള്ള സ്ഥലം ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കിയിട്ട് ഈ ഒരു കാര്യത്തിലോട്ടൊക്കെ നമ്മൾ ചൂസ് ചെയ്യാവും. അപ്പം ഇതാണ് ബേസിക്കലി നമ്മുടെ മാർക്കറ്റിൽ വരുന്ന എയർ ഫിൽറ്റേഴ്സിന്റെ പല ടൈപ്പുകൾ. ഞാൻ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത്, നിങ്ങൾക്ക് ഈ ഒരു ബേസിസിൽ നിങ്ങളുടെ വണ്ടിക്കകത്ത് ഏത് എയർ ഫിൽറ്റർ ആണ്, ഏത് ടൈപ്പ് എയർ ഫിൽറ്റർ ആണ് നിങ്ങൾക്ക് വെക്കേണ്ടത്, ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എന്ത് എയർ ഫിൽറ്റർ എടുത്താലും ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ധാരാളം ആൾക്കാരുണ്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാനോ ഒന്നും നോക്കാതെ നടക്കുന്ന ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ വരാൻ പോകുന്ന ഒരു മുന്നിൽ വരുന്ന ഒരു പ്രശ്നം, അവരുടെ എൻജിൻ സൈഡ് എത്രയും പെട്ടെന്ന് ക്ലോഗ്ഡ് ആയി മൈലേജ് ഇഷ്യൂസ് വന്ന് മേ ബി അവരുടെ അകത്തെ കമ്പോണൻസിന് വരെ എന്തെങ്കിലുമൊക്കെ തകരാറ് വരാനുള്ള ചാൻസസ് എപ്പോഴും കൂടുതലാണ്. അപ്പം നമ്മുടെ മനുഷ്യന് നാച്ചുറൽ ആയിട്ട് തന്നിരിക്കുന്ന നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ പോലെ തന്നെയാണ്, മൂക്ക് പോലെ അങ്ങനെയുള്ള ഒരു സാധനം തന്നെയാണ് വണ്ടിയെ സംബന്ധിച്ച് ഈ എയർ ഫിൽറ്റർ. അപ്പൊ അത് എപ്പോഴും ക്ലീൻ ആയിട്ടും നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലത്തും അതിനെ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തും അതിന് കാറ്റ് കിട്ടാനുള്ള ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. സോ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്ക് ഒരു നല്ലൊരു എയർ ഇൻടേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. താങ്ക് യു.